Hello guys, welcome back to my channel. It's me, your Lebens vlog. ഇന്ന് ചെയ്യുന്നത് ചിക്കൻ ഗ്രീൻ കറിയും പിന്നെ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ചപ്പാത്തി റെസിപ്പി ആയിട്ടുള്ള സിലം പൊറോട്ടയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം സിലം പൊറോട്ടേൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം അതിലേക്ക് ഞാൻ കുറച്ച് ചപ്പാത്തി പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചപ്പാത്തി പൊടി എടുക്കുന്ന അളവനുസരിച്ച് എടുക്കുക. പിന്നെ ഉപ്പ്, പിന്നെ അതിലേക്ക് ചപ്പാത്തി പൊടിയിലേക്ക് എണ്ണ ആഡ് ചെയ്യുന്നത് അല്ലാത്തവർ എന്ത് ചെയ്യുക, ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് മാവുണ്ടാക്കുന്നത് പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ കുഴച്ചെടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് പൊടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. റൗണ്ട് കിട്ടിയിട്ടും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് റൗണ്ടാക്കി പരത്തിയെടുക്കാം. ശേഷം ഇതിൻ്റെ പരത്തിന് ഒരു സൈഡിലായിട്ട് എന്ത് ചെയ്യുക, നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക, എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലോണം നെയ്യ് വേണമെന്നില്ല, കുറച്ചൊരു നെയ്യ് മതി. പിന്നെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ ഒരു ഫോൾഡും കൂടെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ത് ചെയ്യുക, അധികം ഇങ്ങനെ ടൈറ്റൻ ചെയ്യണം, അതായത് അധികം ശക്തി കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കൂടെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നന്ന നേർങ്ങനെ ആക്കേണ്ട, കുറച്ചൊരു തിക്നെസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തിക്നെസ് വേണം, എന്നാലും പൊന്തി വരും. എന്നിട്ട് ഇത് ഗ്യാസ് സ്റ്റോവിലിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പം ചെറിയ തീയിൽ അപ്പുറം ഇപ്പുറം മറിച്ചോട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇത് ലെയറാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വിട്ടാൻ വേണ്ടി ചെറിയ തീയിൽ തന്നെ അപ്പുറം ഇപ്പുറം ഒന്ന് ഇടയ്ക്കൊന്ന് മറിച്ചിട്ടൊക്കെ നന്നായിട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ നന്നായി ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടമില്ലാത്തവരെ മനസ്സിൽ വിചാരിച്ച് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ പൊറോട്ട ഒക്കെ അടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ നന്നായിട്ട് അടിച്ചാൽ ഇതേപോലെ നല്ല ലെയേഴ്സ് ആയിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ പാകം. ഈ ചപ്പാത്തി നന്നായി എന്ന് മനസ്സിലാതെ ഇതേപോലെ ലെയേഴ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മുറിഞ്ഞ് കിട്ടണം. ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചപ്പാത്തിയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ ഗ്രീൻ കറിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 15-18 പച്ചമുളക് എടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 15 കാഷ്യൂ, 1 സ്പൂൺ ജീരകം ഇട്ട് ഫെനൽ സീഡ് ഇട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 3 വെള്ളുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെള്ളുള്ളി നന്നായിട്ട് പൊരിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിടെ ഞാൻ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇട്ടിട്ടുള്ളത്. ഇനി ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു തിളച്ച് ചിക്കനിന് വെള്ളം വന്ന് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചിക്കൻ നന്നായിട്ട് വേകാൻ വെക്കാം. ഇനി ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് കാഷ്യൂ ഇട്ട് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചാൽ അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു 1/4 കപ്പ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യും. ഇതൊരു തിക്കായിട്ടുള്ള കറിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ കറി ഇഷ്ടമായെങ്കിൽ, സിലോൺ പൊറോട്ടയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ഈസി റെസിപ്പീസ് ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ.